ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതുൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. രാവിലെ ഉറങ്ങി എണീച്ചിട്ടില്ല അവൻ. അപ്പം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. രാവിലെ തന്നെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. നല്ല ഉറക്കച്ചടവുണ്ട് കേട്ടോ അവന്. ഉറക്കച്ചടവോടെ ഇരിക്കുകയാണ് എൻ്റെ കുട്ടി. ചിലപ്പോൾ ഓക്കെയാണ്, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചിട്ട് വരണമെങ്കിൽ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ചുമക്കുന്നുണ്ടോടാ? ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷ് സാധാരണ നമ്മൾ ബ്രഷ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഇവൻ കടിച്ച് പൊട്ടിക്കും അത്. അപ്പോൾ ഞാൻ സാധാരണ കൈ കൊണ്ടാണ് പിന്നെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്. ഇനി അടുത്ത പരിപാടി അവന് കുടിക്കാനുള്ള പാല് തിളപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പാലൊക്കെ തിളപ്പിച്ച് ഞാൻ ആറിയ ശേഷമാണ് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഞാൻ മുമ്പ് പറയുന്ന പോലെ ക്ലാസ്സിൽ കൊടുത്ത ചിലപ്പോൾ അവൻ കമിഴ്ത്തി കളയാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ സേഫ് കുപ്പി കൊടുക്കുന്നതാണ്. വാലല്ല പാൽ, പാലല്ല പാൽ, പാലാടാ. അവൻ പാലിനെ വാലെന്നാട്ടോ പറയാറ്. അതൊന്നുമില്ല. എന്താ കുടിക്കണേ? വാലല്ലടാ പാൽ, 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 പാല് പറ. എന്നെ ആരടാ ഈ വാലെന്ന് പഠിപ്പിച്ച്? പാ എന്ന അക്ഷരം പറയാൻ അറിയാനിട്ടല്ല, പലതിനും അവന് പാ ഉണ്ട്. പക്ഷെ പാലിൽ മാത്രം പായില്ല, അത് വായാണ്. പടക്കത്തിന് പാ പറയും, അതുപോലെ പാപ്പത്തിന് പാ പറയും. പക്ഷേ പാലിന് മാത്രം ഒരു കാരണവശാലും അവൻ പാലെന്ന് പറയില്ല, വാലെന്നേ പറയുള്ളൂ. അപ്പോൾ അവൻ പാലൊക്കെ കുടിക്കട്ടെ. ആ, അമ്മയ്ക്ക് പാലുണ്ട് കേട്ടോ. കുടിച്ചോ, നീ കുഞ്ഞു കുടിക്കും. അവൻ കുടിക്കുക മാത്രമല്ല, ഞാൻ കുടിച്ചോന്നും കൂടി അവൻ അന്വേഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പാൽ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ചു. മിക്കവാറും അവൻ്റെ ഇപ്പോൾ കളിക്കുന്ന സ്ഥലം വന്നിട്ട് ബെഡ് തന്നെയാണ്. ഡാൻസ് കളിക്കും. ഫോൺ വേണ്ട. കളിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. അവൻ തനിയെ കഴിച്ചോളും കേട്ടോ. പിന്നെ ചൂടാറിയ ദോശ അത്ര കഴിക്കാൻ അത്ര പിടിയില്ല, എന്നാലും ചൂടോടെ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിച്ചോളും. ഒപ്പം ചമ്മന്തിക്ക് അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ചമ്മന്തിക്ക് എരിവൊന്നും പാടില്ല. മുമ്പൊക്കെ എരിവ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എരിവ് കഴിക്കുന്നില്ല. അപ്പോൾ ചമ്മന്തി എരിവില്ലാതെ നമ്മൾ ഉണ്ടാക്കണം. എന്നാലും അവൻ ചമ്മന്തി അധികം കഴിക്കത്തില്ല. വെറും ദോശ, അതേപോലെ വെറും ചോറ് മാത്രം, തനി ചോറ് മാത്രമാണ് അവനിഷ്ടം. അപ്പോൾ അവൻ അധികം ആവശ്യമൊന്നുമില്ലാതെ ദോശ വേണമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോളും, എന്നിട്ട് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. എന്ത് കഴിച്ചാലും കുടിച്ചാലും അവന് പിന്നെ കളി നിർബന്ധം. അതും ആ ബെഡിൽ തന്നെ ഇരുന്ന് കളിക്കണം. ദിവസം ബെഡ്ഷീറ്റ് മാറ്റലാണ് പണി. കളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം പതിവാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് കുളിപ്പിക്കണം. കുളിക്കാൻ അധികം ആവശ്യമൊന്നുമില്ല, വന്നോളും കേട്ടോ. കുളിക്കണം പറഞ്ഞാൽ വന്നോളും. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചുടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചോറാണ് കേട്ടോ. അതാണെങ്കിൽ കറിയൊന്നും വേണ്ടല്ലോ, എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് അവനും ഇഷ്ടമാണ് കേട്ടോ. അവൻ തനിയെ ഇരുന്ന് കഴിച്ചോളൂ. അവന് തക്കാളി ചോറ് കുറച്ചിട്ട് എണ്ണയിൽ ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ല,
അവന് തനിച്ചോറ് ഇഷ്ടമാണ്, അതുപോലെ വെറും ചോറ് ഇഷ്ടമാണ്, തക്കാളി ചോറ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് തക്കാളി ചോറ് ഉണ്ടാക്കിയത്. പിന്നെ എന്തിനും അവന് വെള്ളം വേണം. അവൻ ധാരാളം വെള്ളം കുടിക്കുന്ന ഒരാളാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവന് വെള്ളം വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കളി. അപ്പോൾ അമ്മയും മോനും കൂടി ഇതെന്ത് കളിക്കുകയാണ്. കുളിയും കളിയും കഴിഞ്ഞാൽ പിന്നെ അവന് ഉറക്കം പതിവാണ്. പകൽ ഞാൻ തൊട്ടിയിലാണ് കിടത്താറ്. അപ്പോൾ 2 പ്രാവശ്യം 2 പാട്ട് പാടുമ്പോഴേക്കും അവൻ ഉറങ്ങിക്കോളൂ കേട്ടോ. അതിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവന് ഉറക്കം വേണം, ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. സാധാരണ നമ്മൾ രാവിലെ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി ഉറങ്ങുക ചെയ്യുക. പക്ഷെ അവൻ അങ്ങനെയല്ല, രാവിലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അവൻ രാത്രി ഉറങ്ങത്തില്ല. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂർ ഉറങ്ങത്തുള്ളൂ, 1-2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കളിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം അവന് ഞാൻ പാല് കൊടുത്തു. സാധാരണ ഞാൻ വെറും പാല് കൊടുക്കുന്നതിന് പകരം റാഗി വെച്ചിട്ട്, റാഗി കുറുക്ക് പോലെ ആക്കിയിട്ട് വെള്ളം പോലെ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അവക്കാട വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടുണ്ടോ അവക്കാട വാങ്ങുന്നതും കഴിക്കുന്നതും. അപ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവക്കാടും മാമ്പഴവും വെച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന്. അത് അവനിഷ്ടമായിരുന്നേ. അവനത് നന്നായിട്ട് കുടിച്ചായിരുന്നു. അപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ജ്യൂസിന് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് കേട്ടോ ചേർക്കാറ്. ഇവന് അധികം പഞ്ചസാര യൂസ് ചെയ്യാറില്ല. അഥവാ ഇത്തിരി മധുരം വേണമെങ്കിൽ ഇത്തിരി ഒരു പൊടിക്ക് ശർക്കര ഞാൻ ചേർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കളിഞ്ചിരിയായി അമ്മയും മോനും കൂടി. ഇവൻ്റെ കളി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ചെയറിലിരുന്ന് നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടെ അവൻ ഇഴഞ്ഞ് പോവും. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മാമ്പഴം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതും അവൻ കഴിച്ചു. അവൻ ആർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ്റെ കയ്യിലുള്ളത് അവൻ കൊടുക്കും. ഞാനും അമ്മയും കൂടി ചോദിക്കുകയാണ് കേട്ടോ, ഒരു പീസ് തരുമോ എന്ന്. കഴിക്കലും കുടിക്കലും കഴിഞ്ഞാൽ പിന്നെ കളി നിർബന്ധമാണല്ലോ. അപ്പുറത്തെ വീട്ടിൽ 2 ഏട്ടന്മാരുണ്ട് കേട്ടോ. 2 ഏട്ടന്മാരൊരു ചേച്ചിയുണ്ട്. അപ്പോൾ അവരുടെ കൂടി ഇരുന്ന് കളിക്കുകയാണ്. ഇത് വാട്ടർ ക്യാൻ വെച്ചിട്ടുണ്ട് ഇന്നത്തെ കളി. ഇത് അവരുടെ വീട്ടിൽ പോയി ഇരുന്ന് കളിക്കും. അതുപോലെ അവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ശരിക്കും നമ്മളൊരു വീട് പോലെയാണ്. പിന്നെ വന്നിട്ട് രാത്രി ഭക്ഷണം നമ്മുടെ പാലക്കാട്ടുകാർക്ക് അറിയാൻ പറ്റും, സേവ എന്ന് പറയും. അതായത് നൂൽപുട്ടല്ലത്, ഇടിയപ്പം നൂൽപുട്ട് അങ്ങനെയല്ല. ഇടിയപ്പത്തിന് നമ്മൾ നൂൽപുട്ടെന്ന് പറയും. പക്ഷെ സേവ പറഞ്ഞാൽ ഒരു വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതായത് നമ്മൾ സാധാരണ മാവ് നമ്മുടെ ഇഡ്ഡലി തട്ടിലാക്കിയിട്ട് ഇഡ്ഡലി ആക്കിയിട്ട് അതിനെ നമ്മൾ സേവ രൂപത്തിൽ നൂൽപുട്ട് രൂപത്തിലാക്കുന്നതാണ് സേവ. അത് നമ്മൾ കടുക് വറുത്ത് കഴിക്കും. അപ്പോൾ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ. കളിച്ചും കഴിച്ച് ക്ഷീണിച്ചിട്ട് പാവം കുഞ്ഞ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.